കാണുമ്പോൾ ഒരു ആഘോഷ ചിത്രം കേട്ടോ. എന്ന് വെച്ചാൽ ലോജിക്ക് ഒന്നും നോക്കരുത്, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സന്തോഷിക്കുക, ചിരിക്കുക, ഇറങ്ങി ക്രിസ്മസ് ശരിക്കും ആഘോഷമാക്കി കൊണ്ടുപോകാന്നുള്ള പടം. അതും തന്നെ അവർ ഇത് കാണിക്കുന്നുണ്ട്. നോ ലോജിക്, ഫുള്ളി മാഡ്നസ്, ആഘോഷ ചിത്രം. ഒത്തിരി മാലപ്പടക്കം, ഇല്ലാത്ത പടക്കങ്ങളൊന്നുമില്ല, ബോംബ് വരെ ഉണ്ട്, തകർത്തു. റിയാസ് ഖാന്റെ അതൊക്കെ ഭയങ്കര ചിരി എഴുതിയിട്ടുണ്ട്. തിയേറ്റർ നല്ല ചിരി കഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഫുള്ളി മാഡ്നസ്, നോ ലോജിക്, അത് വിചാരിച്ചാൽ മതി കേട്ടോ. പഴയ സിനിമകളുടെ റെഫറൻസുകൾ അത് എത്രത്തോളം ആൾക്കാർക്ക് ഏതൊക്കെ സീനുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അങ്ങനെ മലയാള സിനിമ, തമിഴ് സിനിമ, അങ്ങനെ ഒന്നുമില്ല. ഹിന്ദി സിനിമയിലെ നായകന്മാർക്ക് എല്ലാവരുടെയും നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ സീനുകളുടെ ഒരു റീക്രിയേഷൻ പരിപാടികളാണ്. മൊത്തം ഫസ്റ്റ് ഹാഫ് പോയതറിഞ്ഞില്ല, നല്ല ഫാസ്റ്റ് പേസാണ്. ഇനി ഈ പടത്തിലൊരു മൂഡിലേക്ക് വരണം. ഇതൊരു മാഡ്നസ്, നോ ലോജിക്ക്, അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും ഭയങ്കര ആർത്ത് വിളിച്ച് എൻജോയ് ആ ഒരു. അത് ഒന്നാമത് ചില സർപ്രൈസ് സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ട അഴിഞ്ഞാട്ട സോങ് ഒന്നുമല്ല, ഒരുപാട് റീമിക്സ് സോങ്ങുകളുണ്ട്. നമുക്ക് ഫേവററ്റ് ആയ ചില സോങ്ങുകളുടെ റീമിക്സ്, അതാണ് തിയേറ്ററിൽ അങ്ങനെ ആവേശമായത്. മൊത്തത്തിൽ എൻ്റർടൈനിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല പടപടാന്ന് പറഞ്ഞ് അടിച്ചങ്ങ് കാണാൻ പറ്റിയ രീതിയിലുള്ള ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ബബ്ബയിൽ ആറാടുകയാണ്, ദിലീപേട്ടൻ തിമിർത്താടുകയാണ്, പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ പറഞ്ഞാണ് ഇത് ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്, സൂപ്പർ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലറാണ്, ഫാമിലി ഓഡിയൻസ് എല്ലാം ഇഷ്ടപ്പെടും. അവർ നേരത്തെ പറഞ്ഞു ലോജിക്ക് ഉണ്ടാവില്ല, മാഡ്നസ് ആ ഒരു ക്രേസി ഫിലിമാണ്. ആ രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ദിലീപേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്, ഒപ്പം ലാലേട്ടനും. എന്തായാലും എല്ലാം കൊണ്ട് നല്ലൊരു മാസ് മസാല എൻ്റർടൈനർ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ക്രിസ്മസിനൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. രാമലീല പോലെ തകർപ്പൻ പടമാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും OTT കാത്തിരിക്കരുത്, തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. അങ്ങനെ അടിപൊളി പടമാണ്, അടിപൊളി പടം. അതല്ല ഒരു ബാലിഷ്യമായ കാര്യമാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന ലിമിറ്റില്ലേ. അങ്ങനെ 85 ദിവസം ജയിലിൽ കടന്നു. അത് കഴിഞ്ഞ് 8 വർഷത്തോളം പുള്ളിക്ക് ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പൊ കോടതിയിൽ വന്നിട്ട് പോലും ഇവർ സമ്മതിക്കുന്നില്ല. ഇവിടെ 6 പേര് ശിക്ഷിച്ചു, അതിനെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. ഇയാളെ മാത്രം എന്തിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇയാളുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഒരു ആത്മഹത്യ തന്നെ. എത്ര ടെൻഷനായാണ് അനുഭവിച്ചിരിക്കുന്നത്. അയാള് കഴിവുള്ള മനുഷ്യനാണ്, അതിന് ആൾക്കാർക്ക് അസൂയാണ്. ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്നാളെ ഒരു ബസ്സിൽ വർക്കന്തല് സിനിമ ഇട്ടപ്പോൾ കാണാൻ പറ്റും. എന്താ പറയുന്നത്? പൾസസോണി ഉൾപ്പെടെ 6 പേർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ പറയുന്നില്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ദിലീപിനെയാണ്. എന്തിനാ ഒരു മനുഷ്യൻ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? അയാൾ എത്രയോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു.